നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ ഇത് പറ്റി? അമ്മാവൻ അവിടെ ഇരിക്ക, ഞാൻ നോക്കിക്കോളാം. നല്ല കരച്ചിലൊക്കെ ആയിരുന്നില്ലേ, അതാവും. എന്തുപറ്റി? അറിഞ്ഞൂടാ ഹരിയേട്ടാ, കുറെ നേരമായിട്ട് നല്ല തലവേദനയായിരുന്നു. അതാ പെട്ടെന്ന്. ഗുളിയോ വല്ലതും ഇരിപ്പുണ്ടോ? അല്ലെങ്കിൽ വേണുവിനെ വിട്ട് വാങ്ങിപ്പിക്കാം. കുഴപ്പമില്ല ഹരിയേട്ടാ, ഞാനിങ്ങനെ ഇത്രയും വിഷമം പിടിച്ച സിറ്റുവേഷനിലൊന്നും ഇരുന്നിട്ടില്ലല്ലോ. ഹരിയേട്ടൻ അങ്ങോട്ട് ചെല്ല്, അച്ഛനൊന്ന് സമാധാനിപ്പിക്കേ. ഞാനിപ്പോ വരാം. കാണാതായപ്പോ ദേഷ്യം മാറാനോ മറ്റോ ആവുമെന്നാണ് ഞാൻ കരുതിയത്. കരയാണ് മോൾ ഇവിടെ ഇരുന്ന്. ഇപ്പൊ എന്തിനാ കരയുന്നേ? അത് ചെറിയച്ഛൻ എല്ലാവരെയും ആക്ഷേപിക്കുന്ന പോലെയല്ലേ പെരുമാറിയത്. അതിന്റെ കാരണം കുടുംബ വഴക്കല്ലേ? അച്ഛനത് പറയുകയും ചെയ്തല്ലോ. അതിലിപ്പോ നിന്റെ പങ്കെന്താ? അതല്ല, എന്നാലും നോക്ക് മോളെ, ബന്ധങ്ങളിൽ വഴക്കുണ്ടാവുക, ചില വഴക്കുകൾ രൂക്ഷമാവുക, അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കാര്യമല്ലേ. അത് മാത്രം ആലോചിച്ച് നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? പിന്നെ ഒരു കാര്യം, എന്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. മുതിർന്നവരുടെ വാശിയും വൈരാഗ്യവും ഒന്നും നിങ്ങൾ പരസ്പരം കാണിച്ചില്ലല്ലോ. നിങ്ങൾ രക്തബന്ധത്തിന്റെ ഗുണം കാണിച്ചല്ലോ. ബന്ധങ്ങൾ ഏതായാലും അത് നഷ്ടപ്പെടാതെ നോക്കണം. പിന്നെ അച്ഛനും ചെറിയച്ഛനും തമ്മിലുള്ള ഈ വഴക്ക് അത് അമ്മ മാറ്റും. ഞാൻ എന്റെ മോളോട് പറയുന്ന വാക്കല്ലേ, അപ്പൊ പിന്നെ അത് പാലിക്കാതെ പറ്റില്ലല്ലോ. ഈ വിവാഹത്തിന് മുൻപ് അച്ഛനും ചെറിയച്ഛനും ഒന്നിച്ചിരിക്കും, ഒന്നിച്ച് സംസാരിക്കും. മോള് കണ്ടോ? നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ വാടിപ്പോവല്ലേ. അമ്മയ്ക്ക് വിഷമാവേ? അച്ഛനോട് പിണക്കാണോ? പിണക്കൊന്നുമില്ല. പക്ഷേ ഇത്രയും നാളും മോളുടെ മനസ്സിൽ ഞാൻ അറിയാത്തതൊന്നും ഇല്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അത് മാറിപ്പോയി. അച്ഛനെ പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. അത് മാത്രമല്ല, ബാംഗ്ലൂരിൽ നിന്ന് ശ്രുതി ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ചെറിയച്ഛന്റെ കാര്യത്തിൽ അവൾക്കും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാ
ഞങ്ങളുടെ സഹോദരങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ കാണേണ്ടി വരുന്ന. ഒന്നും ഞാൻ തിരിച്ചറിയാണ്ട പോയി. ഞാനങ്ങനെ അവരുടെ അടുത്തേക്ക് മിണ്ടാൻ ചെന്നതൊന്നുമല്ല. അവര് രണ്ടുപേരും ചേച്ചി ചേച്ചിന്ന് വിളിച്ച് മിണ്ടാൻ വരുമ്പോ എന്റെ മുന്നിൽ വന്നൂടാന്നും എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നീ പറഞ്ഞില്ലേ സഹോദരനെ കുറിച്ചും സഹോദരിയെ കുറിച്ചും. അവരുടെ അച്ഛനെ കുറിച്ച് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്റെ അനുജനാണ് ശിവാനന്ദൻ, എന്റെ ജീവനാണെന്നൊക്കെ. ഒടുവിലൊരു ദിവസം എല്ലാവരും തന്നെ തട്ടിത്തെറിപ്പിച്ചു. രക്തബന്ധങ്ങൾ അകന്നു നിൽക്കുന്നതിന്റെ സങ്കടം എനിക്ക് പഠിപ്പിച്ചു തന്നു. വല്ലപ്പോഴൊക്കെ വഴിയരികിൽ പരസ്പരം കാണാറുണ്ട്. എന്റെ മുഖത്തോട്ടൊന്നും നോക്കില്ല. മറ്റുള്ളവർ കേൾക്കെ ബന്ധങ്ങളെക്കുറിച്ച് ചില മോശം പരാമർശങ്ങൾ. അല്ലാതെ അച്ഛൻ വെട്ടി കുറച്ചതല്ല ഇതൊന്നും. എനിക്കറിയാം അച്ഛാ, ശ്രുതിക്കും അറിയാം. ഇന്ന് എന്റെ മോള് കണ്ടതല്ലേ ഇവിടെ വന്നിട്ട് അവൻ പെരുമാറിയ രീതി. വെറുതെ എന്തിനാ മുറിവിൽ കുത്തിപ്പൊണ്ണാക്കുന്നേ? മനസ്സിലെ മുറിവ് അങ്ങനെ തന്നെ കിടക്കട്ടെ. അച്ഛൻ എന്നോട് ക്ഷമിക്ക. ഇനി ഒരിക്കലും അച്ഛൻ അറിയാത്ത ഒരു കാര്യവും എന്റെ മനസ്സിലുണ്ടാവില്ല. വാക്ക്. എന്റെ കുട്ടി ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് അച്ഛൻ പറഞ്ഞില്ല. പക്ഷേ മറ്റുള്ളവരെ കൂടി നോക്കണമല്ലോ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നാളെ ഒരു കാലത്ത് ശിവാനന്ദനെല്ലാം മനസ്സിലാവുമായിരിക്കും. പഴയതൊക്കെ അവൻ ഓർത്തെടുക്കുമായിരിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. വേണ്ടപ്പെട്ടവർ എന്നും കൂടെ ഉണ്ടാവുക എന്ന് തന്നെയാണ് അച്ഛന്റെ ആഗ്രഹം. അകന്നു നിൽക്കുന്നത് വല്ലാത്തൊരു വേദനയാ, ഹൃദയം നുറുങ്ങുന്ന വേദന. അതൊരു പാവമായിരുന്നു. സ്നേഹിക്കാൻ പറഞ്ഞാല് ഒരു നിബന്ധനയില്ലാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതേ അറിയൂ മുത്തശ്ശിക്ക്. ഈ പാടത്തു നിന്നൊക്കെ പറിച്ചു കളയുന്ന കളയുണ്ടല്ലോ, അതുപോലെയായിരുന്നു എന്റെ ജന്മം. അതങ്ങനെയല്ലെന്ന് എന്നെ വിശ്വസിപ്പിച്ചത് അമ്മാവനും മുത്തശ്ശിയും കൂടിയാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നോടാ. എടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.